Hi dears, welcome to Language Lab. നമ്മൾ ഇംഗ്ലീഷ് എക്സാമിനേഷനിൽ വൊക്കാബുലറി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. കാരണം ഒരുപാട് കാര്യങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട കുറച്ച് ഏരിയ ആണല്ലേ. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പിക്ചറൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങൾക്കത് ഓർത്ത് വെക്കാം. അതിനകത്തൊന്നാണ് ഇഡിയംസ് എന്ന് പറയുന്നത്, ശൈലികൾ അല്ലേ. നമുക്കൊന്ന് രണ്ട് ഇഡിയംസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു എക്സാമിനേഷന് സാധാരണ ചോദിച്ചു വരുന്നൊരു ഇഡിയമാണ് ഹാൻഡ് ഇൻ ഗ്ലൗസ് എന്ന് പറയുന്നത്. എന്താണ് ഹാൻഡ് ഇൻ ഗ്ലൗ എന്ന് പറഞ്ഞാൽ? യെസ്, കുറേ ഓപ്ഷൻസ് ഉണ്ടാവും നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അതുമായി സിമിലർ ആയിട്ട് നമുക്ക് തോന്നിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് വർക്കിംഗ് ക്ലോസ്ലി ടുഗെദർ ഓഫൻ സീക്രറ്റ്ലി ഓർ ഇൻ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അടുത്ത ആളുകളാണെന്നൊന്നും തോന്നില്ല, പക്ഷേ സീക്രട്ടായിട്ട് അവരെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബി ഇൻ കോപ്പറേഷൻ. ഫോർ എക്സാമ്പിൾ ഒരു സെൻറ്റൻസ് പറയാം, ദ കറപ്റ്റ് ഓഫീസർ ആൻഡ് ദ സ്മഗ്ലർ വർ ഹാൻഡ് ഇൻ ഗ്ലൗ ഇൻ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ഇഡിയത്തിലേക്ക് വരാം. എവേ വിത്ത് ദ ഫെയറീസ് എന്നാണ് ആ ഒരു ഇഡിയം. എവേ വിത്ത് ദ ഫെയറീസ്. ഓപ്ഷൻ വെരി സാഡ്, ഷോക്കിംഗ് സ്റ്റേജ്, ഓൺ ദ ബേസിസ് ഓഫ് റിയാലിറ്റി, നോട്ട് ഫേസിങ് റിയാലിറ്റി എന്നൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഫെയറീസ് എന്ന വേർഡ് നിങ്ങൾക്ക് ഒരു ക്ലൂ ആക്കി എടുക്കാം. ഫെയറീസ് എന്ന് പറഞ്ഞാൽ കെട്ടുകഥകളിലൊക്കെയുള്ള ആ ഒരു ഫെയറി അല്ലേ, ഫെയറി ടെയിൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഡി ആണ് ഓപ്ഷൻ, നോട്ട് ഫേസിങ് റിയാലിറ്റി എന്നാണ് അർത്ഥം. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളൊരു ഇൻഫോർമലായിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു ഡേ ഡ്രീമിങ് അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, ഇമാജിനറി ആയിട്ടുള്ള എന്നൊക്കെ, അല്ലെങ്കിൽ മെൻ്റലി ഡിസ്ട്രാക്റ്റഡ്, എങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ് ആയിട്ട് വരുന്നത്. സോ എവേ വിത്ത് ഫെയറീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർമ്മയിലേക്ക് വരുന്നത് നോട്ട് ഫേസിങ് ദ റിയാലിറ്റി ഫേസ് ചെയ്യാതെ മുങ്ങി നടക്കുക, ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ മതി. മൂന്നാമത്തത് ഹാവ് എ ഫീറ്റ് ഓഫ് ക്ലേ എന്നൊരു വേർഡ് ഉണ്ട്. ഹാവ് എ ഫീറ്റ് ഓഫ് ക്ലേ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ആലോചിക്കുക. ഫുൾ ഓഫ് ഫോൾസ് ഒരു ഓപ്ഷനാണ്. വെരി ഇന്നസെൻറ്റ്, ഹൈഡിങ് സംതിങ്. അപ്പോൾ അത് നമുക്കൊരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നും, ക്ലേ ഉള്ളത് കൊണ്ട് ഹൈഡിങ് സംതിങ് ആണോ എന്ന്. നോ നോയ്സ് ഓഫ് വാക്കിംഗ്, അതാണോ എന്നും ഡൗട്ട് അടിക്കാം. അപ്പോൾ ഇതിനകത്ത് ഒന്ന് മാത്രമേ നമുക്ക് ഡൗട്ട് ഇല്ലാത്തുണ്ടാവുള്ളൂ, വെരി ഇന്നസെൻറ്റ്. ഓക്കെ, ആൻസർ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ഫോൾസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ പറയാണ്, ഇറ്റ് മീൻസ് ദാറ്റ് എ പേഴ്സൺ ഹൂ സീംസ് ഗ്രേറ്റ് പവർഫുൾ ഓർ അഡ്മയറബിൾ ആക്ച്വലി ഹാസ് എ വീക്ക്നെസ് ഓഫ് ഓർ ഫോൾസ്. എന്ന് വെച്ചാൽ ഭയങ്കര എന്താ ആളുകളുടെ ഇടയിലൊക്കെ അയാൾ അടിപൊളിയാണ്, പക്ഷേ അയാൾക്ക് ഒരുപാട് എന്തുണ്ട്, സീക്രട്ടായിട്ട് അയാൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അയാളെയാണ് നമ്മൾ ഹാവ് എ ഫീറ്റ് ഓഫ് ക്ലേ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ സെൻറ്റൻസിൽ നോക്കാം. ദ ഫേമസ് ലീഡർ വാസ് റെസ്പെക്റ്റഡ് ബൈ മെനി പീപ്പിൾ, ഓക്കെ, ബട്ട് ലേറ്റർ പീപ്പിൾ ഡിസ്കവേർഡ് ഹി ഹാഡ് എ ഫീറ്റ് ഓഫ് ക്ലേ എന്ന് ആളുകൾക്ക് മനസ്സിലായി. ഒരുപാട് ഫ്ലോസ് ഉണ്ട് അല്ലെങ്കിൽ ഫോൾട്ടുകൾ ഉണ്ടെന്ന് അർത്ഥം. നെക്സ്റ്റ് ഇഡിയം ടു ടേക്ക് ടു വൺസ് ഹീൽസ്. ഹീൽസ് എന്ന വേർഡാണെന്നല്ലേ നമ്മൾ ക്ലൂ എന്ന് പറയുന്നത്. ഹീൽസ് കാലിൻ്റെ ഹീൽ അല്ലേ. ടു ടേക്ക് വൺസ് ഹീൽസ് എന്ന് പറഞ്ഞാൽ ടു റൺ അവേ എന്നാണ്, ഓടുക. ഓക്കെ, അപ്പോൾ ഹീൽസ് ക്ലൂ ആയിട്ട് ഓർത്ത് വെക്കുക. പക്ഷെ നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ സിമിലർ ആയിട്ടുള്ള വേറെയും വേർഡ്സ് ഉണ്ടാവാം. ഓടുക എന്നതാണ്, ടു റൺ അവേ എന്നതാണ് ടു ടേക്ക് ടു വൺസ് ഹീൽസ് എന്ന് പറഞ്ഞാൽ എന്നോർത്ത് വെക്കുക. ഓക്കെ, എന്നാൽ ഇതൊന്ന് പറയാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കിക്കേ. എ വൈറ്റ് എലഫൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? എ വൈറ്റ് എലഫൻറ്റ്, വെള്ളാന അല്ലേ. എ വൈറ്റ് എലഫൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഇഡിയത്തിൻ്റെ മീനിങ് എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്യുക. ഓക്കെ.